ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഞാൻ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ്. ഇന്ത്യൻ എക്കോണമി അഥവാ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കേരള PSC ചോദിക്കുന്ന പ്രധാനമായ 4 ടോപ്പിക്കുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പഞ്ചവത്സര പദ്ധതികൾ, മറ്റൊന്ന് ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥ, മറ്റൊന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ഓഹരി വിപണികൾ, മറ്റൊന്ന് ടാക്സ് സിസ്റ്റം അഥവാ നികുതി വ്യവസ്ഥ. ഈ 4 ടോപ്പിക്കുകളെ ആധാരമാക്കിയാണ് കേരള PSC ഇന്ത്യൻ എക്കോണമി എന്ന ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇന്ന് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും കൃത്യമായി ഇന്നു മുതൽ എക്കണോമിക്സ് ക്ലാസ്സുകൾ മനസ്സിലാക്കുക. കൃത്യമായി ഓരോ കാര്യങ്ങളും കൃത്യമായി ആവർത്തിച്ച് കേൾക്കുക, കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ കിട്ടുന്ന മാർക്കിൽ നിന്നും ഓരോ മാർക്കുകൾ കൂടെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടട്ടെ എന്ന ആശംസയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പഞ്ചവത്സര പദ്ധതികളിൽ ആദ്യത്തെ പദ്ധതിയെക്കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നാം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ കാലാവധി, കാലഘട്ടം, പ്ലാൻ തുടങ്ങിയതെന്നാണ്, തീരുന്നത് എന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ മാസം 1 മുതൽ 1956 മാർച്ച് മാസം 31 വരെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡ് 1951 ഏപ്രിൽ 1 to 1956 മാർച്ച് 31. ഒന്നാം പദ്ധതി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നാം പദ്ധതി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 2 പേരുകൾ, ഒന്ന് ഹരോൾഡ് ഡോമർ മോഡൽ, ഒന്നാം പദ്ധതി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്, അല്ലെങ്കിൽ ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി എഴുതാൻ സാധിക്കണം. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നുകൂടെ പറയാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. അറിയപ്പെടുന്ന പേര് ഹരോൾഡ് ഡോമർ മോഡൽ. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് അഗ്രികൾച്ചറൽ പ്ലാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പദ്ധതി തന്നെയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ: കാലാവധി 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ, ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു, അഗ്രികൾച്ചറൽ പ്ലാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അടുത്തതായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒന്നാം പദ്ധതി ലക്ഷ്യം വെച്ച മേഖലകൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖലകൾ പ്രധാനപ്പെട്ട ഒന്ന് അഗ്രികൾച്ചർ, ഇറിഗേഷണൽ ഡെവലപ്മെന്റ്, ഇലക്ട്രിഫിക്കേഷൻ, അതായത് കൃഷി, ജലസേചന സൗകര്യം, വൈദ്യുതീകരണം. ശ്രദ്ധിക്കുക, കൃഷി, ജലസേചന സൗകര്യം, വൈദ്യുതീകരണം. ഒന്നാം പദ്ധതി ലക്ഷ്യം വെച്ച പ്രധാനപ്പെട്ട 3 മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം അഥവാ ഊർജ്ജം. ഒന്നുകൂടി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. അറിയപ്പെടുന്ന 2 പ്രധാനപ്പെട്ട പേരുകൾ, ഒന്ന് ഹരോൾഡ് ഡോമർ മാതൃക, മറ്റൊന്ന് അഗ്രികൾച്ചറൽ പ്ലാൻ ഓഫ് ഇന്ത്യ. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: അഗ്രികൾച്ചർ, ഇറിഗേഷണൽ ഡെവലപ്മെന്റ്, ഇലക്ട്രിഫിക്കേഷൻ, കൃഷി, ജലസേചന സൗകര്യം, വൈദ്യുതീകരണം. അടുത്തതായി ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഓരോ വളർച്ചാ നിരക്ക് അഥവാ ഗ്രോത്ത് റേറ്റ് പറയുവാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പദ്ധതിയുടെ ഗ്രോത്ത് റേറ്റ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, ഗ്രോത്ത് റേറ്റ് അഥവാ വളർച്ചാ നിരക്ക്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, അത് ലക്ഷ്യം വെച്ചത് 2.1%. എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് വാസ് 2.1%. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 2.1%. എന്നാൽ നേടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3.6%. നേടിയ വളർച്ചാ നിരക്ക് 3.6%. അപ്പോൾ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 2.1% ആൻഡ് അറ്റൈൻഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 3.6%. അടുത്തതായി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ബഡ്ജറ്റ് തുക എത്രയായിരുന്നു? അപ്പോൾ ഒന്നാം പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയ ബഡ്ജറ്റ് എമൗണ്ട്
ബഡ്ജറ്റ് എമൗണ്ട് 2069 crores 2069 കോടി. ഒന്നാം പദ്ധതിക്ക് ലക്ഷ്യം വെച്ച ബഡ്ജറ്റ് എമൗണ്ട് 2069 കോടി. എന്നാൽ എക്സ്പെൻസ് 2378 കോടി, ചെലവാക്കിയത് 2378 കോടി. രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. ഗ്രോത്ത് റേറ്റ് എയിം ചെയ്തത് 2.1%, അറ്റൈൻ ചെയ്തത് അല്ലെങ്കിൽ നേടിയത് 3.6%. ബഡ്ജറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഒന്നാം പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയ ബഡ്ജറ്റ് തുക 2069 കോടി, എന്നാൽ നേടിയത് 2378 കോടി. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്, ഒന്നാം പദ്ധതിയുടെ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരായിരുന്നു? ഒന്നാം പദ്ധതിയുടെ പ്രധാന പങ്ക് വഹിച്ച മലയാളി. ഓക്കെ, മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ, മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ, മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ. ഒന്നാം പദ്ധതിയിലെ മലയാളി, ഒന്നാം പദ്ധതിയിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ. മറ്റൊരു ചോദ്യമുള്ളത്, ഒന്നാം പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയുടെ പേരെന്താണ്? ഒന്നാം പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി, ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ, ഫസ്റ്റ് പ്ലാന്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാലും രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരം നമുക്ക് എഴുതാം, KN രാജ് ആണ്. KN രാജ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാം പദ്ധതിയിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി അല്ലെങ്കിൽ മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ, അത് KN രാജ്. ഒന്നാം പദ്ധതിയുടെ ആമുഖം പ്രിയാമ്പിൾ പ്രിപ്പയർഡ് ബൈ ആരാണെന്ന് ചോദിച്ചാൽ അതും KN രാജ് തന്നെയാണ്. ഇനി ഒന്നാം പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിന്റെ അംഗീകാരം നേടിയ വ്യക്തിയാണ്. പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ് ബൈ, ശ്രദ്ധിക്കുക, പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ്, പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തിയാര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒന്നാമത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ് ബൈ ജവഹർലാൽ നെഹ്റു. ശ്രദ്ധിക്കുക, പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ് ബൈ ജവഹർലാൽ നെഹ്റു, പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ് ബൈ ജവഹർലാൽ നെഹ്റു. ആ ഡേറ്റ് കൃത്യമായി ഒന്ന് ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. അതായത് 1951 ഡിസംബർ മാസം 8-നാണ് നെഹ്റു ഈ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. കൃത്യമായി മനസ്സിലാക്കുക, പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ് ബൈ ജവഹർലാൽ നെഹ്റു. ആ ഡേറ്റ് 1951 ഡിസംബർ 8-നായിരുന്നു. ഒന്നാം പദ്ധതിക്കാലത്തെ റിസർവ് ബാങ്ക് ഗവർണർ, RBI ഗവർണർ ഡ്യൂറിംഗ് ഫസ്റ്റ് പ്ലാൻ, ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, അത് BR റാവു, ബെനഗൽ രാമറാവു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഒന്നാം പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ PSCയുടെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു സ്ഥാപനം രൂപം കൊണ്ടത് ചോദിച്ചിട്ട് ഇതേത് പദ്ധതി കാലത്താണ് രൂപം കൊണ്ടത് എന്ന് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇത്രയും മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് അതിലേക്ക് കൂടി കടന്നു വരാം. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ എൻ്റെ സുഹൃത്തുക്കൾ കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി മനസ്സിലൂടെ ആവർത്തിച്ച് കൊണ്ടുവരിക, ആവർത്തിച്ച് മനസ്സിലാക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ, ഹരോൾഡ് ഡോമർ മോഡൽ അല്ലെങ്കിൽ ഹരോൾഡ് ഡോമർ മാതൃക എന്നും അഗ്രികൾച്ചറൽ പ്ലാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക പദ്ധതി എന്നും. അഗ്രികൾച്ചറൽ പ്ലാൻ ഓഫ് ഇന്ത്യ ഓർ ഇന്ത്യയുടെ കാർഷിക പദ്ധതി. പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ, അഗ്രികൾച്ചർ, ഇറിഗേഷണൽ ഡെവലപ്മെന്റ്, ഇലക്ട്രിഫിക്കേഷൻ. ഒന്നുകൂടി പറയാം, അഗ്രികൾച്ചർ, ഇറിഗേഷണൽ ഡെവലപ്മെന്റ്, ഇലക്ട്രിഫിക്കേഷൻ. അതായത് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ഗ്രോത്ത് റേറ്റ് അഥവാ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് 2.1%, നേടിയത് 3.6. ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ഈസ് 2.1% ആൻഡ് അറ്റൈൻഡ് 3.6%. ദെൻ ബഡ്ജറ്റ് എമൗണ്ട്, ബഡ്ജറ്റ് തുക എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 2069 crores 2069 കോടി. ബഡ്ജറ്റ് എമൗണ്ട് 2069 crores. ദെൻ ബഡ്ജറ്റ് എക്സ്പെൻസ്, ചെലവാക്കിയ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 2378 2378 crores. ദെൻ അടുത്ത പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒരുപാട് PSC മത്സര പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ. ഒന്നാം പദ്ധതിയിൽ അംഗമായിരുന്ന മലയാളി അല്ലെങ്കിൽ ഒന്നാം പദ്ധതിക്ക് പ്രധാന പങ്ക് വഹിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, അത് KN രാജ്. ഒന്നാം പദ്ധതിയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാലും അത് കൃത്യമായി മനസ്സിലാക്കാം, KN രാജ് തന്നെയാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ, മലയാളി മെമ്പർ ഇൻ ഫസ്റ്റ് പ്ലാൻ ആൻഡ് പ്രിയാമ്പിൾ ഓൾസോ പ്രിപ്പയർഡ് ബൈ KN രാജ്. അടുത്തതായി പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ്. ഒന്നാം പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചതാര്? പ്ലാൻ പ്രസന്റഡ് ഇൻ പാർലമെന്റ് ബൈ ജവഹർലാൽ നെഹ്റു. ഡേറ്റ് 1951 ഡിസംബർ 8. 1951 ഡിസംബർ 8-നാണ് ഒന്നാം പദ്ധതി നെഹ്റു പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിന് അംഗീകാരം നേടുന്നത്. ദെൻ ആ സമയത്തെ RBI ഗവർണർ, ഒന്നാം പദ്ധതിക്കാലത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക, അത് BR റാവു.
BR റാവുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ നമുക്കുണ്ട്. RBIയുടെ റിസർവ് ബാങ്കിനെ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരവ് നമുക്ക് എഴുതാം BR റാവു. അതായത് ലോങ്സ്റ്റ് സെർവിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ എഴുതാൻ ഉത്തരം BR റാവു. റിസർവ് ബാങ്കിന്റെ 4ാമത്തെ ഗവർണറായ BR റാവു ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന വ്യക്തിയാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഈ 5 വർഷക്കാലം, ഈ 51 ഏപ്രിൽ 1 മുതൽ 56 മാർച്ച് 31 വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു സംഭവം നടന്നത് ഏത് പദ്ധതി കാലത്താണ് എന്ന് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ആ കാര്യം നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് 1951 മെയ് മാസത്തിൽ ഇന്ത്യയിൽ രൂപം കണ്ട ഒരു ഓർഗനൈസേഷനാണ് CSO. അതിന്റെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഒരു ചോദ്യം വരാം, CSO രൂപം കൊണ്ട പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം എഴുതണം. അത് 1ാം പഞ്ചവത്സര പദ്ധതി, ഫസ്റ്റ് 5-year പ്ലാൻ ആണ്. അപ്പോൾ 1951 മെയ് മാസം CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അത് രൂപം കൊണ്ടത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്തതായി 1951 നവംബർ 22 ഇന്ത്യയിൽ രൂപം കൊണ്ടതാണ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. 1951 നവംബർ 22 സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ധനകാര്യ കമ്മീഷൻ എന്ന് രൂപം കൊണ്ടു എന്ന് ചോദിച്ചാൽ 51 നവംബർ 22. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ ബാക്കി എല്ലാം നടപ്പിലാക്കുന്നത് 1952 പക്ഷെ നിലവിൽ വന്നത് 51 നവംബർ 22 സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഒന്നുകൂടെ 51 മെയ് മാസം CSO ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇനി ഒരു ചോദ്യമുണ്ട്, CSO കുറിച്ച് പറയുമ്പോൾ CSOയുടെ ധർമ്മം എന്താണ്? വാട്ട്സ് ദ ഒബ്ജക്റ്റീവ് ഓഫ് CSO? അപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണം, ഓർഗനൈസേഷൻ വിച്ച് കാൽക്കുലേറ്റ്സ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു CSO. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാം. അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അടുത്തതായി 1951 നവംബർ 22 അത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ, ദേശീയ ധനകാര്യ കമ്മീഷനെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ PSC ചോദിച്ചത് ഞാൻ പറയുന്നു. ധനകാര്യ കമ്മീഷനെ കുറിക്കുന്ന ഭരണഘടനാ വകുപ്പ്, ദ ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ഫിനാൻസ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുക, അത് ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ റിലേറ്റഡ് ടു സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280. ഇത് എന്ത് ടൈപ്പ് ഓർഗനൈസേഷൻ, എന്ത് ടൈപ്പ് ബോഡിയാണ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ എന്ന ചോദ്യവും PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ബോഡി വാസ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ? അതിന് കൃത്യമായി ഉത്തരം എഴുതാം. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അത് സ്റ്റാറ്റ്യൂട്ടറിയോ അഡ്വൈസറിയോ അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ, അതൊരു ഭരണഘടനാപരമായ സ്ഥാപനമാണ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ 1951 2 കാര്യങ്ങൾ, ഒന്ന് CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, മറ്റൊന്ന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. അടുത്തതായി 1952 ഓഗസ്റ്റ് 6 ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന വകുപ്പ്, എന്ന് രൂപം ചോദിച്ചാൽ 1952 ഓഗസ്റ്റ് 6. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുള്ളത്, NDCയുടെ പുതിയ പേര് എന്താണ്? NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പുതിയ പേര് എന്താണ്? ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരാം, ഒരു ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം, അത് നീതി ആയോഗ് ആണോ എന്നൊരു സംശയം. കൃത്യമായി ഓർമ്മിക്കുക, നീതി ആയോഗ് എന്നതിന്റെ മുൻകാല രൂപം പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ എന്നതാണ്. NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 ഓഗസ്റ്റ് 6 രൂപം കൊണ്ട നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പുതിയ പേര് ഗവേണിംഗ് കൗൺസിൽ എന്നതാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പുതിയ പേര് ഗവേണിംഗ് കൗൺസിൽ എന്നതാണ്. അപ്പോൾ കൃത്യമായി ഓർമ്മിക്കുക, പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. ആ ആസൂത്രണ കമ്മീഷൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുക. പ്ലാൻസ് പ്രിപ്പയർഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീതി ആയോഗ്. എന്നാൽ പ്ലാൻസ് അപ്രൂവ് ചെയ്യുന്നത്, പഞ്ചവത്സര പദ്ധതികൾക്ക് വേണ്ട അംഗീകാരം ആര് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, അത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവേണിംഗ് കൗൺസിലാണ്. അപ്പോൾ പ്ലാൻസ് അപ്രൂവ്ഡ് ബൈ അല്ലെങ്കിൽ പ്ലാൻസിന് വേണ്ട അംഗീകാരം കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവേണിംഗ് കൗൺസിലാണ്. അപ്പോൾ 2 ചോദ്യം കൃത്യമായി മനസ്സിലാക്കുക. 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അടുത്തതായി 1952 ഒക്ടോബർ 2 CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. 1952 ഒക്ടോബർ 2 CDP അല്ലെങ്കിൽ
കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കി. അടുത്തതായി 1952 ഒക്ടോബർ 2 തന്നെ ഇന്ത്യയിൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കുടുംബാസൂത്രണം ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം നടപ്പിലാക്കി. 52 പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സാമൂഹ്യ വികസന പദ്ധതി. അടുത്തായി 1952 ഒക്ടോബർ 2 സെയിം ഡേറ്റ് തന്നെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ കുടുംബാസൂത്രണ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കി. 3 കാര്യങ്ങൾ: നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. അടുത്തതായി 1953 ഓഗസ്റ്റ് 1 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നാഷണലൈസേഷൻ ഓഫ് എയർ ട്രാൻസ്പോർട്ടേഷൻ വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക. അത് 1953 ഓഗസ്റ്റ് 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. എപ്പോഴാണ് നാഷണലൈസേഷൻ ഓഫ് എയർ ട്രാൻസ്പോർട്ടേഷൻ നടന്നത് എന്നൊരു ചോദ്യം PSCക്ക് ഉണ്ടായിരുന്നു. വ്യോമഗതാഗതം ദേശസാൽക്കരിച്ച ദിവസം എന്നാണ്. അത് 53 ഓഗസ്റ്റ് 1 അത് ഒന്നാം പദ്ധതിക്ക് ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ്, ഒരു പ്രീവിയസ് ചോദ്യമാണ്. കൃത്യമായി ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. 51 മെയ് മാസം CSO രൂപം കൊണ്ടു. 51 നവംബർ 22 സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ രൂപം കൊണ്ടു. 52 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപം കൊണ്ടു. 52 ഒക്ടോബർ 2 CDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം രൂപം കൊണ്ടു. 52 ഒക്ടോബർ 2 ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കി. 53 ഓഗസ്റ്റ് 1 നാഷണലൈസേഷൻ ഓഫ് എയർ ട്രാൻസ്പോർട്ടേഷൻ വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചു. അടുത്തതായി 1953 ഒക്ടോബർ 1 രൂപം കൊണ്ട ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്ര സ്റ്റേറ്റ്. 1953 ഒക്ടോബർ 1 രൂപം കൊണ്ടു. അതിനൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കണം. അത് ആന്ധ്രയാണ്. ആന്ധ്രാപ്രദേശ് എന്ന പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഇത് ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടു 1953 ഒക്ടോബർ 1. 1953 ഒക്ടോബർ 2 രൂപം കൊണ്ടതാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. 1953 ഒക്ടോബർ 2 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് CDPയുടെ ഒരു വിപുലീകരണ പദ്ധതിയാണ് ഈ NES. അത് രൂപം കൊള്ളുന്നത് 1953 ഒക്ടോബർ 2 ഇനി 1953 ഡിസംബർ 28 ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യം UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപം കൊണ്ടത് 1953 ഡിസംബർ 28. 1953 ഡിസംബർ 28 UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപം കൊണ്ടു. UGC രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് UGC. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം ടു പ്രൊമോട്ട് ഹയർ എഡ്യൂക്കേഷൻ അതിനുവേണ്ടി രൂപം കൊണ്ട സ്ഥാപനമാണ് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. അടുത്തതായി 1954 ഫസ്റ്റ് ടാക്സ് കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ ടാക്സ് കമ്മീഷൻ വന്ന വർഷം ഏതാണ്? ഫസ്റ്റ് ടാക്സ് കമ്മീഷൻ ഇൻ ഫ്രീ ഇന്ത്യ. ആ ചെയർമാന്റെ പേരായിരുന്നു ഡോക്ടർ ജോൺ മത്തായി ചെയർമാനായ ഫസ്റ്റ് ടാക്സ് കമ്മീഷൻ. ഫസ്റ്റ് ടാക്സ് കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1954 1955 കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. 55 ഒരു സ്പിൽവേ നിലവിൽ വന്നു. അത് തോട്ടപ്പള്ളി സ്പിൽവേ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാവാം, തോട്ടപ്പള്ളി സ്പിൽവേയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത്. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ നമുക്കറിയാം, കുട്ടനാട് അതായത് കടൽ നിരപ്പിനേക്കാളും താഴ്ന്ന പ്രദേശമായ കുട്ടനാടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി വന്ന ഒരു സ്പിൽവേ ആണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിന് കിട്ടിയ ഒരേ ഒരു സംഭാവനയാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ. ദ ഓൺലി കോൺട്രിബ്യൂഷൻ ടു കേരള ഫ്രം ഫസ്റ്റ് 5-year പ്ലാൻ എന്നറിയപ്പെടുന്നു. അത് തോട്ടപ്പള്ളി സ്പിൽവേ. കൃത്യമായി ശ്രദ്ധിക്കുക. The only contribution to Kerala from first 5-year plan, that is തോട്ടപ്പള്ളി സ്പിൽവേ. ഒന്നാം പദ്ധതിയിൽ കേരളത്തിന് കിട്ടിയ ഒരേ ഒരു സംഭാവനയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 ജൂലൈ മാസം 1 നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബാങ്കായ SBIക്ക് ആ പേര് ലഭിച്ചു. ഇമ്പീരിയൽ ബാങ്ക് അതിന്റെ പേര് SBI ആക്കി മാറ്റിയ വർഷമാണ് 1955 ജൂലൈ 1. ഇമ്പീരിയൽ ബാങ്ക് അതിന്റെ പേര് SBI ആയി മാറ്റിയ ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാൽ 1955 ജൂലൈ 1. അത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം, കൃത്യമായി എഴുതാം, അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന്. അടുത്തതായി 1956 ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു സ്ഥാപനമാണ് എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്.
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ എയിംസ് രൂപം കൊണ്ടത് 1956 ായിരുന്നു. അടുത്തതായി 1956 തന്നെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 IIT-കൾ രൂപം കൊണ്ടു. പ്രധാനപ്പെട്ട 5 IIT-കൾ രൂപം കൊണ്ടതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു. പ്രധാനമായി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. 1951 മെയ് മാസത്തിൽ CSO ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, 51 നവംബർ 22 സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ, 52 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, 52 ഒക്ടോബർ 2 CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, 52 ഒക്ടോബർ 2 ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, 53 ഓഗസ്റ്റ് 1 നാഷണലൈസേഷൻ ഓഫ് എയർ ട്രാൻസ്പോർട്ടേഷൻ, 53 ഒക്ടോബർ 1 ആന്ധ്ര സ്റ്റേറ്റ് രൂപം കൊണ്ടു, 53 ഒക്ടോബർ 2 NES നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് രൂപം കൊണ്ടു, 53 ഡിസംബർ 28 UGC രൂപം കൊണ്ടു, 54 ഫസ്റ്റ് ടാക്സ് കമ്മീഷൻ ഡോക്ടർ ജോൺ മത്തായി ചെയർമാനായ ഫസ്റ്റ് ടാക്സ് കമ്മീഷൻ വന്നു, 55 തോട്ടപ്പള്ളി സ്പിൽവേ നിലവിൽ വന്നു, 55 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്കിന്റെ പേര് SBI ആയി മാറി, 56 എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രൂപം കൊണ്ടു, 56 പ്രധാനപ്പെട്ട 5 IIT-കൾ രൂപം കൊണ്ടു. ഇനി അടുത്തതായി ഒന്നാം പദ്ധതി കാലത്തുള്ള പ്രധാനപ്പെട്ട 4 ജലസേചന പദ്ധതികൾ കൂടി ഒന്നാം പദ്ധതിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാം പദ്ധതി കാലത്തുള്ള പ്രധാനപ്പെട്ട 4 ജലസേചന പദ്ധതികൾ കൂടെ നമുക്ക് ഇപ്പോൾ നോക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. ഒന്നാം പദ്ധതിയിൽ ഇനി അവസാനമായി ഒരു 4 ജലസേചന പദ്ധതിയുടെ കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നാം പദ്ധതി കാലത്ത് 51 മുതൽ 56 വരെയുള്ള കാലയളവിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ നാം ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അടുത്ത വീഡിയോ കൃത്യമായി കാണുക, മനസ്സിലാക്കുക. അടുത്ത വീഡിയോ കാണും വരെയും നന്ദി.